ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഈ കാണുന്നത് ശ്രീനിവാസൻ്റെ സംസ്കാരം അദ്ദേഹത്തിൻ്റെ സ്വവസതിയിലാണ്, തൃപ്പൂണിത്തുറയിലെ. അവിടെ സംസ്കാരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വരികയാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ചടങ്ങുകൾ ചെയ്യും. ഈ സ്ഥലത്താണ് മലയാളത്തിൻ്റെ മഹാനടൻ അന്ത്യവിശ്രമം കൊള്ളുക. ഡാനി, എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും മഹാപ്രവാഹം ആളുകളുടെ ഇങ്ങോട്ടേക്ക് തുടരുകയാണല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ തുടർച്ച, ഇന്ന് രാവിലെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നമ്മൾ ടൗൺ ഹാളിൽ കണ്ടതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. ഒരു തുള്ളി പോലും അതിനൊരു കുറവില്ല എന്നതാണ്. എത്രത്തോളം ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ, ഒരു സാമൂഹ്യ സ്നേഹി എങ്ങനെ ഇടപെട്ടിരുന്നു എന്നതിൻ്റെ വലിയ തെളിവാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ടൗൺ ഹാളിൽ വലിയൊരു പുരുഷാരം അദ്ദേഹത്തെ നഗരത്തിൽ നിന്ന് യാത്രയാക്കാൻ എത്തിയെങ്കിൽ ഇവിടെ ഉദയംപേരൂർ ഇവിടെ നമ്മൾ കാണുന്നത്, കരിങ്ങാച്ചിറയിൽ കാണുന്നത് അതിലേറെ ജനക്കൂട്ടം. ഈ ഇവിടെ ഈ ഗ്രാമീണ മേഖലയിലേക്ക് അദ്ദേഹം താമസം മാറുന്നത് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് ഇവിടെ സ്വസ്ഥമായി ജീവിക്കുക എന്ന കണ്ണൂരിൻ്റെ പാട്യം ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു സാധാരണക്കാരൻ്റെ ഇഷ്ടങ്ങളിൽ ഒന്നായിരുന്നു. അദ്ദേഹം ഇവിടേക്ക് ഒതുങ്ങുമ്പോൾ ഇപ്പോഴിതാ ദേശങ്ങൾ കടന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തുന്നവരുടെ വലിയ നിരയാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. ഉദയംപേരൂരിലേക്കുള്ള ഈ വഴികളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഇപ്പോൾ ഈ കരിങ്ങാച്ചിറയിലെ ഇവിടെ ശ്രീനിവാസൻ്റെ ഈ വീട്ടിലേക്കാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത്ര കണ്ട ആളുകൾ ഇവിടേക്ക് വരുന്നു. അതിൽ എല്ലാത്തരം ആളുകളുടെ സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല, രാഷ്ട്രീയ മേഖലയിൽ നിന്ന് മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ നിന്ന് തന്നെ ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് വരികയും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അതിനൊരു സംസ്കാര ചടങ്ങുകളുടെ ഒരു സമയത്തിലേക്ക് അടുക്കുകയാണ്. വീടിനകത്തേക്ക് ഉള്ള ഒരു പ്രവേശനം ഇപ്പോൾ ഏറെക്കുറെ ഒരു പരിധിവരെ അത് നിയന്ത്രിച്ചിട്ടുണ്ട്. അത്തരമൊരു പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ അകത്തേക്ക് കയറരുത് എന്ന ബന്ധുമിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ, നമ്മുടെ ഈ ക്യാമറയുടെ ഫ്രെയിമിലുള്ള ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വീടിൻ്റെ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന ചിതയുടേതടക്കമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് കർമ്മങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഈ പരിസരവും ഈ സമീപത്തുള്ള റോഡും അതിൻ്റെ ചുറ്റുമതിലുമെല്ലാം തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സാധാരണയായി നമ്മൾ കാണുന്നതിനേക്കാളും വലിയ രീതിയിലുള്ളൊരു വികാരവായ്പ ഈ പരിസരം അനുസ്മരിക്കുന്നു. എല്ലാ മലയാളിയും എപ്പോഴും ഒരു ചിരിയോടുകൂടി മാത്രം ഓർക്കുന്ന ഒരാൾ, എല്ലാ മലയാളിയുടെയും ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ചിട്ടുള്ള ഒരാൾ. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളെയും നർമ്മത്തോടെയും ഗൗരവത്തോടുകൂടിയും എടുക്കുന്നവരാണ് എല്ലാവരും. അദ്ദേഹമാണ് വിട്ടുപോയത്. എല്ലാ മലയാളിക്കുമുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നൊരാൾ പോയതുപോലെയാണ്, ശരി, ഏറ്റവും അടുത്തൊരാൾ പോയതുപോലെയാണ്. എത്രമാത്രം മലയാളിയുടെ ചിന്തകളെയും സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എഴുത്തിലൂടെ ഭയങ്കര സറ്റേറിക്കലായി സാമൂഹ്യ വിമർശനം നടത്തുകയും രാഷ്ട്രീയ വിമർശനം നടത്തുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. ഒരുപാട് ആലോചിക്കാനുണ്ട്, ഒരുപാട് ചിരിക്കാനുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരാളായിരുന്നു. തീർച്ചയായിട്ടും മലയാളിയെ ഉറക്കെ ചിരിപ്പിക്കുകയും ഇരുത്തി ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസനാണ് പോയിരിക്കുന്നത്. ഞാൻ എല്ലാവരും ദുഃഖം ഉള്ളവരാണ്. എല്ലാവരും ആരോട് സംസാരിച്ചാലും എല്ലാവർക്കും വല്ലാത്ത വിഷമമാണ്. ആ ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയാണ്, കുടുംബത്തിന്റെ പ്രയാസത്തിൽ. വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ട് മടങ്ങുകയാണ്. തൃപ്പൂണിത്തുറയിൽ ശ്രീനിവാസന് അന്ത്യവിശ്രമം ഒരുങ്ങുകയാണ്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, നമുക്ക് ആ വല്ലാത്ത തിരക്ക് ഇപ്പോഴും കാണാം. ഇപ്പോൾ മറ്റ് ഈ ക്രമീകരണങ്ങൾ, സംസ്കാരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ 10 മണിക്ക് തന്നെ അല്ലേ, വളരെ കൃത്യമായി തന്നെ അത് നടക്കുമെന്നും പ്രതീക്ഷിക്കാം.
രഞ്ജിത്ത്, നിലവിലെ ഒരു ക്രമീകരണം അങ്ങനെ തന്നെയാണ്. കാരണം 10 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന തിരക്കിൻ്റെ തുടർച്ച ഇപ്പോഴും അത് അനുസ്യൂതം തുടരുന്നുവെങ്കിൽ കൂടിയും ചടങ്ങുകൾ അതിലേക്ക് വൈകിപ്പിക്കേണ്ടതില്ല. കാരണം പ്രമുഖരായ പലരും തന്നെയും ഇന്ന് രാവിലെ എത്തുമെന്ന് അറിയിച്ചിരുന്നു. അതിൽ എല്ലാവരും തന്നെയും ഇവിടെ വന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു സമയക്ലിപ്തത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സമയം 9:30 ആകുന്നു. ഇപ്പോൾ വീടിനകത്തേക്കുള്ള ഒരു പ്രവേശനവും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു പരിധിവരെ അത് നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്തെ കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം, ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സംസ്കാര ചടങ്ങുകൾക്ക് ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് മൃതദേഹം ഇവിടേക്ക് എത്തിക്കുകയും ഔദ്യോഗിക ബഹുമതികളോടെ, സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ പ്രഖ്യാപിച്ചു. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാരമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസ് സേനയിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് വേണ്ടിയുള്ള സേനാംഗങ്ങളും ഇവിടേക്ക് അല്പസമയം മുമ്പ് എത്തിയവരൊരു ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ജനാവലി, രഞ്ജിത്ത്, ഇന്നലെ നമ്മൾ കണ്ട ഒരു ദൃശ്യങ്ങളുണ്ട്. കാരണം നഗരഹൃദയത്തിൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്നു. ആ സമയത്തിന് മൃതദേഹം അവിടേക്ക് എത്തിക്കുന്നതിന് വളരെ മുൻപ് തന്നെ അവിടേക്ക് വലിയൊരു പുരുഷാരം തന്നെ അവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ നാട്ടിലേക്ക്, ഇവിടെ ഉദയംപേട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുക്കുമ്പോഴും ആ തിരക്ക് അപ്പോഴും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ആളുകളോട് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തിരക്കിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. അന്തിമോപചാരം അർപ്പിക്കാൻ പിന്നീട് വീടുകളിലേക്ക് എത്താമെന്ന് പലരും തീരുമാനിച്ചു മടങ്ങുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് കുടുംബാംഗങ്ങൾക്ക് മാത്രമായിട്ട് ചടങ്ങിലേക്ക് കടന്നുപോവുകയും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലേക്കുള്ള തിരക്ക് ഇവിടെ ഉദയംപേരൂർ കരിങ്ങാച്ചിറയിലേക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. സിനിമാ പ്രവർത്തകർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മേഖല സിനിമയായിരുന്നുവെങ്കിലും അതിനപ്പുറം ശ്രീനിവാസനോട് ഇഷ്ടം, വലിയൊരു അടുപ്പം സൂക്ഷിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇവിടെ തിങ്ങിക്കൂടിയ വലിയ ജനാവലി. അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇവിടേക്കുണ്ട്. കാരണം ഒരു നാട്ടിൻപുറത്തുകാരൻ എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചകൾ അത്രയും. ഒരിക്കൽ പോലും അദ്ദേഹത്തെ പരിചയപ്പെട്ട സിനിമ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരു പരിചയത്തിനപ്പുറത്തേക്ക് അദ്ദേഹം പോകുമായിരുന്നു. സിനിമാ വിഷയങ്ങൾ മാത്രമല്ല ശ്രീനിവാസൻ്റെ ലോകത്തുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല.